നമസ്തേ. ഒരിടവേളയ്ക്ക് ശേഷം മറുപടി പുനരാരംഭിക്കുകയാണ്. ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. ഈശ്വരപ്രസാദിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈശ്വരപ്രസാദ്, സ്വാഗതം. നമസ്കാരം. ABVP സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം ABVPയുടെ സാന്നിധ്യം വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ ഇടപെടലുകൾ അത് കൃത്യമായിട്ടുള്ള സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. അതിനാദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിക്കാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയ രാത്രിയിൽ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി. അന്ന് രാത്രി വാർത്ത വായിച്ചത് ഞാനന്ന് ആ ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടിയിട്ടുണ്ട്. അന്ന് എന്താ സംഭവിച്ചത് അവിടെ? യഥാർത്ഥത്തിൽ നമ്മൾ ആ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് 3 ദിവസമായി തുടർച്ചയായിട്ട് ABVPയുടെ പ്രവർത്തകർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ABVP കരിങ്കൊടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഏപ്രിൽ മാസം തന്നെ ABVP വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ കാണുകയും അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിവേദനം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ABVP സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയും അതിൻ്റെ സമരത്തിൻ്റെ രൂപവും ഭാവവും മാറ്റിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോയത്. ആ സമയത്ത് ABVPയുടെ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാൻ വരികയാണെങ്കിൽ അവരെ ആക്രമിക്കാം എന്ന മനസ്സോടു കൂടിയിട്ട് വിദ്യാഭ്യാസ മന്ത്രി പഴയ ഗുണ്ടയുടെ സ്വഭാവത്തിലേക്ക് മാറുകയും ആ തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കേണ്ട വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ട സംഘടനയിലെ നേതാക്കൾ, തിരുവനന്തപുരം ജില്ലയിലെ അവരുടെ നേതാക്കൾ ഗുണ്ടകളായി മാറിക്കൊണ്ട് ABVPയുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അക്രമവുമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വരികയും ABVPയുടെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തകരെയും ആക്രമിക്കുകയാണ് ചെയ്തത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ പലതരത്തിലുള്ള സമരങ്ങൾ കണ്ടിട്ടുണ്ട്. ആ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറല്ല. കഴിഞ്ഞ 9 വർഷമായിട്ട് ഒരു സമരവും അവർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന സമയത്ത് അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് അവർ സംഘടനാ പ്രവർത്തനമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്. കരിങ്കൊടി കാണിക്കാൻ വേണ്ടിയിട്ട് പ്രതിഷേധവുമായിട്ട് ABVP നിൽക്കുന്ന സമയത്ത് ആ പ്രവർത്തകരെ ആക്രമിക്കുകയും അത് കേവലം SFI മാത്രമല്ല, DYFIക്കാരും CIT-ക്കാരും ഒന്നടങ്കം ഗുണ്ടകൾ എങ്ങനെയാണോ ഒരു എതിരാളിയെ ആക്രമിക്കുന്നത് ആ തരത്തിലാണ് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ABVP പോരാടുന്ന സമയത്ത് ABVP അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ കരിങ്കൊടി കാണിക്കുക എന്ന് പറഞ്ഞാൽ തികച്ചും ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധമാണ്. SFI പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത്, പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയായിരിക്കുന്ന സമയത്ത് എത്ര കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്. കരിങ്കൊടി സമരം എത്രത്തോളം അക്രമാസക്തമായിട്ടുണ്ട്. മാത്രമല്ല കരിയോയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ DYFIക്കാരാണെങ്കിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേരെ എറിഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് അപ്പോൾ SFI ഇതെല്ലാം കഴിഞ്ഞു വന്നതാണ്. വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ അടിച്ച് വീഴ്ത്തി അതുപോലുള്ള സമരങ്ങൾ വരെ അവർ അത്ര അക്രമസക്തമായി. നമ്മൾ അങ്ങനെയൊന്നല്ല, നമ്മൾ കൃത്യമായി ഇപ്പോഴും നമ്മുടെ മുന്നിൽ ആ ഒരു ഉദാഹരണം നിൽക്കുകയാണ്. നമ്മൾ എങ്ങനെയാണോ സമരം ചെയ്യുന്നത് ആ രീതിയിലാണ് സമരം ചെയ്തത്. ഒരാളെയും ആക്രമിക്കാനോ അവരെ പരിക്കേൽപ്പിക്കാനോ വേണ്ടിയുള്ള സമരങ്ങളല്ല. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ജനാധിപത്യമായ രീതിയിൽ കരിങ്കൊടി കാണിക്കൽ സമരം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മാർച്ചിന് ശേഷം നമ്മുടെ സമരങ്ങൾ ഘട്ടം ഘട്ടമായി പോകുന്ന സമയത്താണ് അവസാനം വഴി തടഞ്ഞ് കരിങ്കൊടി കാണിക്കണം എന്ന തരത്തിലേക്കുള്ള സമരത്തിൻ്റെ രൂപം മാറിയ സമയത്താണ് ആ പ്രവർത്തനവുമായിട്ട് പോയിട്ടുള്ളത്. അതിനെയാണ് ഇങ്ങനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട്. അന്ന് അടിവയറ്റിൽ ചവിട്ടി, നെഞ്ചത്തും ചവിട്ടി വീഴ്ത്തുകയായിരുന്നില്ല അല്ലേ? അന്ന് നമ്മളെ അടിവയറ്റിൽ ചവിട്ടുന്ന സമയത്ത് വീണ ശേഷം അതേ സ്ഥലത്ത് വീണ്ടും ചവിട്ടുകയാണ് അവർ ചെയ്തത്. എല്ലാവരും കൂടി ചവിട്ടുന്ന സമയത്ത് ശ്വാസം മുട്ടുകയും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുകയും കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഒക്കെയാണ് ചെയ്തത്. പോലീസ് കാഴ്ചക്കാരായിരിക്കുന്നത് മാത്രമല്ല, ABVPയുടെ പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് അവരെ വിളിച്ച് പറഞ്ഞു കൊടുത്ത് അവരെ അവിടെ വിളിച്ചു വരുത്തി ആക്രമിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിൽക്കുകയായിരുന്നു അവർ ചെയ്തത്. എങ്ങനെയാണോ യൂണിവേഴ്സിറ്റിയിൽ കൈപിടിച്ച് അവരെ VC-യുടെ ഓഫീസ് ആക്രമിക്കാൻ വേണ്ടി കൊണ്ടുപോയത്, അതുപോലെ ABVPയുടെ പ്രവർത്തകരെ ABVPയുടെ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ പോലീസ് കൂട്ടുനിൽക്കുകയായിരുന്നു. ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹപ്രവർത്തകർ ഓട്ടോ വിളിച്ച് പോകുന്ന സമയത്ത് ആ ഓട്ടോയെ തടഞ്ഞു നിർത്തി. മന്ത്രി പോയതിന് ശേഷം പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണ്ട, ഓട്ടോയെ തടഞ്ഞു നിർത്തിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ സഹപ്രവർത്തകർ ശക്തമായ പ്രതിഷേധം ഉയർത്തി ഉടനെ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നത്. അത്തരത്തിൽ പോലീസ് അവർക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണോ
അവരെ സഹായിക്കാൻ പറ്റുന്നത് അത്തരത്തിൽ അവൈലബിൾ ആയിട്ടുള്ള കേസുകളൊക്കെ ഉൾപ്പെടുത്തി അത്തരത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. പോലീസിന് മുമ്പിൽ വെച്ചാണ് ഈ അക്രമം നടക്കുന്നത്. അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാം, അവിടെ വെച്ച് പിടിക്കാം, അത് ചെയ്തില്ല. അതിനുശേഷവും അവർ പല സമരങ്ങളിലും അവർ സമരമെന്ന് പറയുന്ന പല സ്ഥലത്തും ഇതേ ആൾക്കാർ വന്ന് നിൽക്കുന്ന സമയത്തും പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. രാജ്ഭവൻ മാർച്ചിലൊക്കെ ഇവരുണ്ടായിരുന്നു, ആ ആറ്റുകാൽ കൗൺസിലർ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ PMC പദ്ധതിയിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സഹകരിക്കാത്തത്? പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട നിവേദനമൊക്കെ നൽകിയതല്ലേ, എന്താ അദ്ദേഹത്തിൻ്റെ നിലപാടെന്താ? അന്ന് ഏപ്രിൽ മാസം ആണ് 18-ാം തീയതിയാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ പദ്ധതി വളരെ ഉപകാരപ്രദമായ പദ്ധതിയാണ്, ഇതിൽ പങ്കാളിയാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ CPI അതിനു വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. ഇതൊരു സഖ്യ കക്ഷിയാണല്ലോ, അപ്പോൾ അവരെയും കൂടി കൺവിൻസ് ചെയ്യേണ്ടതുണ്ട്. ആ കൺവിൻസ് ചെയ്ത് ഇതിൽ ഒപ്പിടാൻ വേണ്ടി സാധിക്കും. ഇതിൽ ഇത്രയും പൈസ കിട്ടുന്ന കാര്യമാണ്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പൈസ കിട്ടുന്ന കാര്യമാണ്, അതിന് ഞാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അദ്ദേഹം അതിനുശേഷം അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അത് പറയുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ സമരം ചെയ്യുന്ന സമയത്ത് എന്തിനാ സമരം ചെയ്യുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇത് ഓർമ്മിപ്പിച്ച സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ച സമയത്ത് ABP നിവേദനം നൽകിയിരുന്നു അദ്ദേഹം പറയേണ്ടി വന്നു അദ്ദേഹത്തിന്. അതിനുശേഷം അദ്ദേഹം എല്ലാ വിദ്യാർത്ഥി സംഘടനയും കൂട്ടി ഒരു മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിങ്ങിൽ അദ്ദേഹം ഇത് പറഞ്ഞിരുന്നു എന്ന് പറയുന്ന സമയത്ത് SFIക്കാരും ASFകാരൊക്കെയാണ് എഴുന്നേറ്റിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല, മന്ത്രി പറയാത്തത് പറയണ്ട എന്ന് ABPയുടെ പ്രവർത്തകരെ, ABPയുടെ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ആൾക്കാരോട് പറയുകയും അവിടെ മന്ത്രിയെ പറയാൻ അനുവദിക്കാത്ത രീതിയിലുള്ള അലങ്കോലപ്പെടുത്തൽ ആ മീറ്റിങ്ങിൽ ഉണ്ടാക്കുകയും അവർ ചെയ്തു. PMC പദ്ധതിയിലെ SFIയുടെ നിലപാടെന്താ? അവർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സമരവും ചെയ്യില്ല. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന സമയത്ത് അത് കണ്ടു നിൽക്കും. മറ്റാരും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ വേണ്ടി പാടില്ല. മറ്റാരെങ്കിലും പോരാടിയാൽ അത് ജയിക്കാൻ വേണ്ടി പാടില്ല, വിദ്യാർത്ഥികൾക്ക് ആ അവകാശങ്ങൾ കിട്ടാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. അതായത് നമുക്കറിയാം, ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഒട്ടനവധി സ്കൂൾ ഹൈടെക്കായി മാറും. പക്ഷേ അവർ തയ്യാറല്ല. കാരണം അങ്ങനെ ABVP സമരം ചെയ്ത സമയത്ത് അതിൽ ഒപ്പിടുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്താൽ അതിന് ക്ഷീണം SFIക്കാണ്. ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിന് കിട്ടുമെന്നുള്ള പേടിയായിരിക്കും. തീർച്ചയായിട്ടും ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിന് കിട്ടുമോ ABVPക്ക് കിട്ടുമോ എന്നുള്ള ഭയം. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർ സമരം ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ മറ്റാരെങ്കിലും സമരം ചെയ്ത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്നാൽ, അതിന് വിജയം കണ്ടെത്താൻ വേണ്ടി സാധിച്ചാൽ അതിനെ അവർ ഭയക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ ഈ കേരള സർവകലാശാല VC അദ്ദേഹത്തെ സംഘിയാക്കി കൊണ്ടായിരുന്നല്ലോ ഇവർ പ്രക്ഷോഭം ആരംഭിച്ചത്. പിന്നീട് ഗവർണറെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ആക്രമണമൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് SFI പ്രക്ഷോഭ രംഗത്തേക്ക് വരുന്നത്. കാരണം അവരുടെ സർക്കാരാണല്ലോ ഭരിക്കുന്നത്. അപ്പോൾ എന്തായാലും സമരങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു വിഷയം കിട്ടിയപ്പോൾ അതിലങ്ങ് ഇടപെട്ട് അത് മൊത്തത്തിൽ അങ്ങ് കുളമാക്കി എന്ന് പറയുന്നതായിരിക്കില്ലേ അതിൻ്റെ ഒരു ഭംഗി. കാരണം അതിലൊരടിസ്ഥാനവും ഇല്ല. ഇപ്പോൾ നോക്കൂ, SFI പൊടുന്നനെ സ്വിച്ച് ഓഫ് ആക്കിയതുപോലെ പ്രക്ഷോഭ രംഗത്ത് നിന്ന് പിന്മാറിയിരിക്കുന്നു അല്ലേ. എന്തിനു വേണ്ടിയായിരുന്നു ആ സമരം? യഥാർത്ഥത്തിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ തകർന്നു വീഴുന്ന സമയത്ത്, അല്ലെങ്കിൽ കേരളത്തിലെ റീലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കേരളം നമ്പർ 1 ആണ് എന്ന് സർക്കാരിൻ്റെ മന്ത്രിമാർ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത്, അത് പൊളിഞ്ഞു വീഴുന്ന സമയത്ത് അതിനെ മറയാക്കാൻ വേണ്ടിയിട്ട്, അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് SFI ആ സമരവുമായിട്ട് സർവകലാശാലയിലേക്ക് പോയത്. ആ സമരത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ വിഷയത്തിലാണോ സമരം? ഇനി അതൊരു വിദ്യാഭ്യാസ സമരമാണ്, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടി പറ്റണ്ടേ? അത് പറയാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ ഒട്ടനവധി വിദ്യാഭ്യാസ വിഷയങ്ങളുണ്ട്. കേരളത്തിലെ 66 ഗവൺമെൻറ് കോളേജുകളിൽ എത്ര കോളേജുകളിൽ സ്ഥിരം പ്രിൻസിപ്പൽമാരുണ്ട്? VCമാർ 12 സർവകലാശാലയിൽ VCമാരില്ലല്ലോ. ആ വിഷയത്തിൽ അവർക്ക് സമരം ചെയ്യാമല്ലോ. ഗവർണർക്കെതിരെ സമരം ചെയ്യണമെങ്കിൽ ആ വിഷയത്തിൽ ചെയ്യാം. ഈ കൊല്ലത്ത് ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചു. ഒരു കൊടിയുമായിട്ട് സമരം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായോ? ഇത്തരം ഒട്ടനവധി വിഷയം, ഇപ്പോൾ കീം ഇഷ്യൂ, എത്ര വിദ്യാർത്ഥികളുടെ സ്വപ്നമാണ് പൊലിഞ്ഞത്.
സമരമായിട്ട് അവർ വന്നിട്ടില്ല. കഴിഞ്ഞ അധ്യയന വർഷം മോഡൽ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് പൈസ പിരിക്കണം, അതിന് പൈസ പിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽമാർക്ക് കത്തയച്ചു. ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നില്ല. LSS USS ഗ്രാൻറ്റുകൾ, ഗ്രാൻഡ്സ് ഇതൊക്കെ മുടങ്ങി. SFIയുടെ സമരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒട്ടനവധി വിദ്യാഭ്യാസ വിഷയങ്ങൾ കേരളത്തിൽ ചർച്ചയാവുന്ന സമയത്തും സമരമുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് വേണ്ടിയിട്ട് അവർ തിരികെ കയറ്റിയിട്ടുള്ള ഒരു രജിസ്ട്രാർ, ആ രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത്, അതും ഒരു പ്രൈവറ്റ് പരിപാടിയിൽ അദ്ദേഹം ചാൻസലറെ അവഗണിക്കുന്ന രീതിയിൽ, ചാൻസലറോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പരിപാടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ അത്തരം ചാൻസലറെ അപമാനിക്കുന്ന ഒരു പ്രവർത്തനമുണ്ടായി. ആ സമയത്ത് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതാണ്. ആ സമയത്താണ് ഇത്തരമൊരു സമരാഭാസവുമായിട്ട് അവർ ചെന്നത്. ഇത്രയും വിദ്യാഭ്യാസ വിഷയങ്ങൾ അവിടെ കിടക്കുന്ന സമയത്ത് അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ തയ്യാറാവാതെ ഒരു സർവകലാശാലയിലേക്ക് കടന്നു ചെല്ലുകയും ആ സർവകലാശാലയെ തച്ചു തീർക്കുന്ന രീതിയിലുള്ള സമരങ്ങൾ നടത്തുകയും, അതുകൊണ്ട് എന്താണ് അവരുദ്ദേശിക്കുന്നത്? ഇനി അവർ അത്രയും വലിയ സമരമൊക്കെ അവർ ചെയ്തു, അതിന് ശേഷം എന്തായി? അവർ ആ കൊടിയും ചുരുട്ടി ഓഫീസിലേക്ക് പോയില്ലേ തിരിച്ച്? എന്താണ് അവർ തോന്നുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതാണ്. ആ സമയത്ത് ചർച്ചയെ വഴിതിരിക്കണം. വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, ഇതിനെ മറയ്ക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് SFI അത്തരമൊരു സമരവുമായിട്ട് പോയത്. അതിന് പറ്റിയൊരു ബദൽ മാർഗമായിരുന്നു ഈ സർവകലാശാലകളുടെ കാവ്യവൽക്കരണം, അല്ലേ? അങ്ങനെ ഒരു തലക്കെട്ടിൽ ഒരു പ്രക്ഷോഭത്തിന് അവർ രൂപം നൽകിയത്. കാവ്യവൽക്കരണം എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള കാവ്യവൽക്കരണമാണ് ചെയ്തതെന്ന് അവർ പറയാൻ വേണ്ടി തയ്യാറാവണ്ടേ? നമുക്ക് നോക്കൂ, സർവകലാശാലകളിലേക്ക് നോക്കുന്ന സമയത്ത് കണ്ണൂർ സർവകലാശാലയിൽ KK രാഗേഷിൻ്റെ ഭാര്യയെ അപ്പോയിൻമെൻറ്റ് ചെയ്തുകൊണ്ടാണോ കാവ്യവൽക്കരണം നടത്താൻ വേണ്ടി പറ്റുക? ആരാണ് ചെയ്തത്? കാവ്യവൽക്കരണമാണോ നടന്നത്? P രാജീവിൻ്റെ ഭാര്യയെ കുസാറ്റിലേക്ക്, MP രാജേഷിൻ്റെ ഭാര്യയെ, ഇങ്ങനെ ഷംസീറിൻ്റെ ഭാര്യയെ കണ്ണൂരിൽ കൊണ്ടുപോകാൻ വേണ്ടി അവർ നോക്കി. ഇപ്പോൾ അവസാനം നമുക്കറിയാം സ്വരാജിൻ്റെ ഭാര്യയുടെ PhD-യുമായിട്ടുള്ള ചർച്ച കണ്ടതാണ്. മേഴ്സി ചാൻസ്, PhD-ക്ക് മേഴ്സി ചാൻസ്. അത്തരത്തിൽ സ്വന്തം ഇഷ്ടക്കാരെ തിരികെ കയറ്റിയതല്ലേ ശരിക്കും ഇടതുവൽക്കരണമല്ലേ അവർ നടത്തിയത്? ചുവപ്പുവൽക്കരണം, അതാണ് അതിൻ്റെ ശരിക്കൊരു നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. കാവ്യവൽക്കരണം നടത്തിയെന്ന് പറയുന്നതാണെങ്കിൽ അങ്ങനെ പറയാൻ വേണ്ടി പറ്റണം. അങ്ങനെ ഒന്നും പറയാൻ പറ്റാതെ ഒരു നരേറ്റീവുമായിട്ട് ഇറങ്ങിയേക്കാണ്. ഇത് പറയുന്ന ആളാരാ? ഷിജുക. അദ്ദേഹം ആരാ? DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു രാഷ്ട്രീയക്കാരനാണ്. ആളാണ് പറയുന്നത്, സിൻഡിക്കേറ്റിൽ വന്നിരുന്നിട്ട് പറയുന്നത് കാവ്യവൽക്കരണം നടത്തുന്നു. അപ്പോൾ ഇത് നമുക്ക് ചോറുണ്ണതിന് മനസ്സിലാവുമല്ലോ. ഒരു കാവ്യവൽക്കരണവുമല്ല. ചുവപ്പുവൽക്കരണം നടത്തിയിട്ട് അത് നടക്കുന്നില്ല, ഇവിടെ കാവ്യവൽക്കരണം നടക്കുന്നു എന്ന് ഒരു പ്രചരണം ഉണ്ടാക്കിയാണ്. നമുക്ക് നോക്കാം, പല സർവകലാശാലകളിലും സെൻട്രൽ സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ VC-മാരൊക്കെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ എലിജിബിളായ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യും. എലിജിബിൾ അല്ലാത്ത ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ നിർബന്ധം പിടിക്കുന്ന സമയത്ത് സർക്കാർ കൊണ്ടുപോയി കത്ത് കൊടുക്കുകയാണ്, എലിജിബിൾ അല്ലാത്ത ആളെ VC ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അത് കോടതി കണ്ണൂർ സർവകലാശാല നമ്മൾ കണ്ടു, അത് ഒഴിവാക്കി. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ചുവപ്പുവൽക്കരണമാണ് നടക്കുന്നതെന്ന് കൃത്യമായി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മറയ്ക്കാൻ വേണ്ടിയിട്ട് കാവ്യവൽക്കരണം എന്ന നരേറ്റീവ് ബ്രാൻഡ് അവർ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചോറുണ്ണുന്നവന് കൃത്യമായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ്, ആരൊക്കെയാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതും. പിന്നെ നമുക്കറിയാം രജിസ്ട്രാർ, ആ രജിസ്ട്രാർ എരമല്ലിക്കര കോളേജിൽ, അയ്യപ്പ കോളേജിൽ ഭാരതാംബയുടെ ചിത്രം വച്ചിട്ട് അതിൻ്റെ മുമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് ഭാരതാംബയുടെ ചിത്രമുള്ള മാഗസീൻ, ആ മാഗസീൻ്റെ ചീഫ് എഡിറ്റർ ആയിരുന്ന അദ്ദേഹമാണ് കാവ്യവൽക്കരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഭാരതാംബയ്ക്കെതിരെ, ഭാരതാംബയുടെ ചിത്രത്തിനെതിരെയൊക്കെ ഇറങ്ങി തിരിച്ചിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്, ഇവരെ ടൂളായി മാറിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കാവ്യവൽക്കരണമല്ല നടക്കുന്നത്, ശരിക്കും ചുവപ്പുവൽക്കരണമാണ് നടക്കുന്നത്. സിൻഡിക്കേറ്റിലും സെനറ്റിലും അവരുടെ ആൾക്കാരെ മാത്രം നിയമിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കുക. മാത്രമല്ല ഈ നിയമനങ്ങൾ അത് കൃത്യമായിട്ട് ഇടപെടുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പം പുതിയ ചാൻസലർ വന്നതിന് ശേഷം, അതുപോലെ വൈസ് ചാൻസലർ വന്നതിന് ശേഷം ഇതൊക്കെ കൃത്യമായി നിരീക്ഷിച്ച് ഇത്തരം കൊള്ളരുതായ്മകൾക്കെതിരെ അവർ കർശനമായിട്ടുള്ള നിലപാട് എടുക്കുന്നു.
അത് അല്ലേ ശരിക്കും ഇവരുടെ പ്രകോപനത്തിന് കാരണം അല്ലേ? ഞങ്ങൾ വിചാരിക്കുന്നിടത്ത് സർവകലാശാലകളും കേരളത്തിലെ ക്യാമ്പസുകളും നിൽക്കണം എന്ന ആ ഒരു പിടിവാശി, അത് പൊളിക്കുന്ന ഒരു സമീപനമാണ് പ്രത്യേകിച്ച് കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്നും അതുപോലെ ചാൻസലർ കൂടിയായ ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് അല്ലേ? അതാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. തീർച്ചയായിട്ടും കേരളത്തിലെ ഇപ്പോൾ നമുക്കറിയാം ഇന്തിഫാദ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർവകലാശാല കലോത്സവം നടത്താൻ വേണ്ടി ശ്രമിച്ചു. അത് ശുദ്ധമായ പോക്കൃത്തരമാണെന്ന് നമുക്കറിയാൻ വേണ്ടി സാധിക്കും. എന്തൊക്കെ അഴിമതിയാണ് അതിന് പിന്നിൽ നടന്നിട്ടുള്ളത്. മാത്രമല്ല അങ്ങനെ ഒരു പേര്, അതൊക്കെ ഒരു വൈസ് ചാൻസലർ എന്ന നിലയിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ കൃത്യമായി ഇടപെടുകയും നടപടി സ്വീകരിക്കുന്ന സമയത്ത് അവർക്കെതിരായി അദ്ദേഹം അവർ കണ്ണി കണ്ടിടാത്ത ആളായി. അല്ല, എന്തായാലും ഡോക്ടർ മോഹൻ കുന്നുമലിനെ അവിടെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തായി? ഇപ്പോൾ ആ കൊടിയും പിടിച്ച് അവർ ഓഫീസിലേക്ക് തിരിച്ചു പോയി. അവർ ആ സമരം അവസാനിപ്പിച്ചു. അതൊരു സമരമല്ല, സമരാഭാസമാണെന്ന് കൃത്യമായിട്ട് ജനസമൂഹത്തിന് മനസ്സിലായല്ലോ. ഇപ്പോൾ എന്തിനാണ് ചെയ്തത് എന്ന് പറയാൻ പറ്റാതെ ഇപ്പോൾ കാണുന്നില്ല. എവിടെയാണ് അവർ? കേരളത്തിലെ കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഇതൊന്നും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. കാരണം സർവകലാശാലകളിലെ തിരഞ്ഞെടുപ്പിലും അതുപോലെ ഈ ക്യാമ്പസുകളിലെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ SFI ആണ് ജയിച്ചു വരുന്നത്. അവർ ആ ഒരു അഹങ്കാരത്തിൻ്റെയും അഹന്തയുടെയും ഭാഷയിലാണ് പറയുന്നത്. SFIക്കാണ് അംഗീകാരം കേരളത്തിലെ ക്യാമ്പസുകളിൽ, വിദ്യാർത്ഥികളുടെ അംഗീകാരം എന്ന് ആവർത്തിച്ച് പറയുന്നു. കേരളത്തിലെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കാത്തതാണോ അത്? അതോ ഇത് ഇവരെ ചുമക്കുക, അത് അടിച്ചേൽപ്പിക്കപ്പെട്ടതല്ലേ? ഒരിക്കലുമല്ല. ഇവർ മനസ്സിലാക്കാത്തതല്ല. വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ ഒഴുക്ക് ഇവിടെ നിന്നുണ്ടാവുന്നത്. മാത്രമല്ല അവർ വിജയിക്കുന്നത് ഭീഷണിപ്പെടുത്തിയും അക്രമം ഒക്കെ നടത്തിയിട്ടുമൊക്കെയാണ്. നമുക്കറിയാം കോന്നി NSS കോളേജ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇലക്ഷൻ നടന്നിട്ടില്ല. എന്തുകൊണ്ട്? അവർ തോൽക്കുമെന്നുള്ളതുകൊണ്ട്. അങ്ങനെ എത്ര കോളേജ്, ഞാൻ ഒരു കോളേജിൻ്റെ പേര് മാത്രം പറഞ്ഞു പോകുന്നില്ല, എത്ര കോളേജുകൾ ഇലക്ഷൻ നടക്കാതെ വരുന്നു. അവിടെയൊക്കെ ആ ഇലക്ഷൻ നടക്കാത്തതിൻ്റെ കാരണം നോക്കുന്ന സമയത്ത് ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കുന്ന ദിവസം സംഘർഷം ഉണ്ടാകും. ആ സംഘർഷത്തിൻ്റെ ഒരു ഭാഗത്ത് ഇനി ABP മത്സരിക്കുന്നത് മാത്രമല്ല, മറ്റു ഏത് വിദ്യാസംഘടന മത്സരിക്കുന്ന ഭാഗത്തും അവിടെ ഇലക്ഷൻ മുടങ്ങുന്നുണ്ടെങ്കിൽ ആ ഇലക്ഷൻ മുടങ്ങുന്നതിൻ്റെ കാരണം പരിശോധിക്കുന്നത് സംഘർഷമാണ് എന്ന് നോക്കുന്ന സമയത്ത് ആ സംഘർഷത്തിൻ്റെ ഒരു ഭാഗത്ത് ഇവരാണ്. കാരണം ഇവർക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് തോന്നിയാൽ ഒരു വലിയ സംഘർഷം വെച്ചുകൂടും. അത്തരത്തിൽ യൂണിയൻ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കാനുള്ള പ്രവർത്തനം അവർ ചെയ്യും. ഇലക്ഷൻ നടത്താതിരിക്കാനുള്ള ശ്രമം അവർ നടത്തും. ഇത്തരത്തിൽ ഭീകരമായ അന്തരീക്ഷം കേരളത്തിലെ ക്യാമ്പസുകൾ ഉള്ളതുകൊണ്ടാണ്, കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരം രാഷ്ട്രീയ ഇടപെടലുള്ളതുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇവിടുന്ന് പലായനം ചെയ്യുന്നത്. നമുക്കറിയാം ഡൽഹി സർവകലാശാല കേന്ദ്രം ആണല്ലോ, നേരിട്ട് കേന്ദ്ര സർവകലാശാലയാണല്ലോ. കാവ്യവൽക്കരണം അവർ മുഴുവൻ ഭാരതത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നടത്തുമെന്ന് അവർ വാദിക്കുന്നു. ഡൽഹി സർവകലാശാലയിൽ ഈ വർഷം അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം 55,000 കേരളത്തിൽ നിന്ന്. മൊത്തം 13,50,000 അതിൽ 55,000 ഇവിടെ നിന്നാണ്. കേരളത്തിലെ സർവകലാശാലയിൽ വേക്കൻസി സീറ്റുകൾ എത്രയാണ്? ബാക്കി യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന മലയാളി വിദ്യാർത്ഥികൾ എത്രയാണ്? അപ്പോൾ ഒരു 85,000 UG സീറ്റാണ് ഡൽഹി സർവകലാശാലയിലുള്ളത്. അതിൽ 55,000 അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാവുകയാണ്. മൊത്തം 13 ലക്ഷം വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ 50,000-ന് മേലെ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുകയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ. അവരെന്തുകൊണ്ടാണ് ഡൽഹി സർവകലാശാലയിലേക്ക് പോകുന്നത്? കേരളത്തിലെ സർവകലാശാലകൾ ഇല്ലാണ്ടാണോ? അതുമാത്രമല്ല, ഇവിടെ നിന്ന് ഈ ചുവപ്പുവൽക്കരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ഒഴുക്ക്. ഇത് കള്ളം പറഞ്ഞുകൊണ്ട് മറച്ചു വയ്ക്കാൻ വേണ്ടി പറ്റില്ല. 14 ലക്ഷം വിദ്യാർത്ഥികളാണ് ഭാരതത്തിൽ മൊത്തം പുറത്തേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ 18% 2.5 ലക്ഷം വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്നാണ് പോകുന്നത്. മൊത്തം ഭാരതത്തിൻ്റെ പോപ്പുലേഷൻ നോക്കിയാൽ അതിൻ്റെ എത്ര ശതമാനം ഉണ്ടാവും കേരളത്തിലെ ജനസംഖ്യ? അതിൻ്റെ ഒരു തോതും ഈ വിദ്യാർത്ഥികളുടെ ഒഴുക്കിൻ്റെ തോത് നോക്കുന്ന സമയത്ത് 18% വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് ഭാരതത്തിന് പുറത്തേക്ക് പഠിക്കാൻ വേണ്ടി പോവാണ്. ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാവില്ല അല്ലേ? തീർച്ചയായില്ല. എന്നിട്ടാണ് പറയുന്നത് പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് നമ്പർ 1 ആണെന്ന്. ആരോഗ്യ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസത്തിൽ അല്ലേ, എല്ലാത്തിലും നമ്പർ 1 എന്ന പോലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തും ഞങ്ങൾ നമ്പർ 1 ആണെന്ന് മന്ത്രി ബിന്ദു ആവർത്തിച്ച് അവകാശപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ നമ്പർ 1 ആണെങ്കിൽ ഇങ്ങനെയൊരു ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം
നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട കണ്ണൂർ സർവകലാശാല, കോഴിക്കോട് സർവകലാശാല, അതേപോലെ MG യൂണിവേഴ്സിറ്റി, കേരള സർവകലാശാല, ഇവിടെ വേക്കൻ്റായി കിടക്കുന്ന സീറ്റുകളുടെ എണ്ണവും ഞാൻ നേരത്തെ പറഞ്ഞ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മലയാളികൾ പോകുന്നതിൻ്റെ എണ്ണം എത്രയാണ്? ഇവിടെ വേക്കൻ്റായി കിടക്കുന്നതിൻ്റെ ഇരട്ടിയാണ് അവിടെ അപ്ലൈ ചെയ്യുന്ന മലയാളി വിദ്യാർത്ഥികൾ. അതുമാത്രമല്ല, ആ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൽ കേരളം നമ്പർ 1 ആണെങ്കിൽ KTU എന്ന യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ടൊരു ആസ്ഥാനമുണ്ടോ? കഴിഞ്ഞ 9 വർഷമായി സർക്കാർ ഭരിക്കുന്നു അല്ലേ? 9 വർഷമായിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ സ്വന്തക്കാരെ തിരികെ കയറ്റാൻ വേണ്ടി ശ്രമിക്കുകയല്ലാതെ ആ യൂണിവേഴ്സിറ്റി സ്വന്തമായി ഒരു ആസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ സാധിച്ചിട്ടില്ല. അപ്പോൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൽ ഇവരെന്താണ് ചെയ്യുന്നത്? ഈശ്വരപ്രസാദ്, വിദേശ സർവകലാശാലകൾക്ക് ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുത്തിരിക്കുകയാണല്ലോ ഇപ്പോൾ. ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു സംശയമാണ്, അതായത് ഈ കേരളത്തിലെ സർവകലാശാലകളെ നിർവീര്യമാക്കി ഇനി വിദേശ സർവകലാശാലകൾക്ക് അവർക്ക് ഇവിടെ വളരാനുള്ള ഒരു അവസരം SFI ആയിട്ട് ഒരുക്കി കൊടുക്കുന്നതാണ്. എന്തായാലും ഇതിന് പിന്നിലൊക്കെ ഒരു അജണ്ട ഉണ്ടാവുമല്ലോ. SFIയുടെ നിലയിൽ ചിന്തിക്കുന്നതായിരിക്കില്ല. നമുക്കറിയാം CPMൻ്റെ ഒരു പോഷക സംഘടനയാണ്, അവരുടെ വിദ്യാർത്ഥി സംഘടനയാണ്, സ്വതന്ത്ര രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നൊക്കെ അവകാശപ്പെടുന്നെങ്കിലും അതാണല്ലോ വസ്തുത. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു അജണ്ട നടപ്പിലാക്കുന്നതാണോ സർക്കാരിന്? അതിന് ഇവർ എല്ലാ തരത്തിലുള്ള ചരടും വിളിക്കുന്നതാണോ? തീർച്ചയായിട്ടും. നമുക്കറിയാം, ഈ സർവകലാശാലകൾ, കേരളത്തിലെ സർവകലാശാലകളെ ഇങ്ങനെ നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇവർ നിലപാട് മാറിക്കൊണ്ട് വിദേശ സർവകലാശാലകൾക്കും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കും പരവതാനി വിരിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കും വിദേശ സർവകലാശാലകൾക്കും പരവതാനി വിരിക്കുന്ന സമയത്ത് ABVP അതിനെതിരാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നല്ല വിദ്യാഭ്യാസ മേഖലയിൽ നല്ല മാറ്റങ്ങളൊക്കെ വരണം, കാലാനുസൃത മാറ്റങ്ങൾ വരണം. പക്ഷേ ആ സമയത്ത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണ്ടേ? ഇപ്പോൾ ഈ പ്രൈവറ്റ് സർവകലാശാലയും വിദേശ സർവകലാശാലയും അതെ, ഇതിനെ എതിർത്ത് മാത്രമല്ല വിദ്യാഭ്യാസത്തെയും അതുപോലെ അല്ലേ ഈ വിദേശ സർവകലാശാലകൾ വരുന്നത്, അതിനാണല്ലോ TP ശ്രീനിവാസനെ അടിച്ചു വീഴ്ത്തിയത്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അന്ന് അവർ പറഞ്ഞൊരു കാരണമുണ്ടായിരുന്നു, വിദ്യാർത്ഥികളുടെ സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇന്ന് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുന്ന സമയത്ത് സംവരണത്തെക്കുറിച്ച് എവിടെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? മാത്രമല്ല, ഒരു ഫിനാൻസ് റെഗുലേഷൻ കമ്മിറ്റി അതിനില്ല, ഫീസ് റെഗുലേഷൻ കമ്മിറ്റി അതിനില്ല. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കണ്ടേ? ഇവിടെ ആ വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്ന സമയത്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും വിദേശ സർവകലാശാലകളും വരുന്ന സമയത്ത് അവിടെ പഠിക്കാൻ പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫീസിന് നിശ്ചിതമായൊരു ലൈൻ വേണ്ടേ? അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ടില്ല. കൃത്യമായ അജണ്ടയാണ് അവർക്ക് വേണ്ട. പിന്നിലൂടെ കൈ കൊടുത്തുകൊണ്ട് പല ഗൂഢാജണ്ടകളും മറച്ചു പിടിച്ചുകൊണ്ട് വളരെ വലിയ സാമ്പത്തിക അഴിമതി നടത്താൻ വേണ്ടിയിട്ട് കാട്ടിക്കൊണ്ടതാണ്. യൂണിവേഴ്സിറ്റികൾ വരണം, പക്ഷേ അത് കേരള വിദ്യാർത്ഥികളുടെ ഫീസ് റെഗുലേഷൻ കമ്മിറ്റി ഉൾപ്പെടെയുള്ള സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കി അതിൻ്റെ ഗൈഡ് ലൈൻസ് കൂടി വച്ച് അത്തരത്തിലല്ലേ വരേണ്ടത്. മാത്രമല്ല, ഈ പ്രൊഫഷണൽ വിദ്യാഭ്യാസം പറഞ്ഞ വിദേശ സർവകലാശാലകളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാൻ വലിയൊരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുകയാണല്ലോ. ഒരുപക്ഷെ അവരുടെ ഇടപെടലും കൂടി ഉണ്ടാവും. തീർച്ചയായിട്ടും. നമുക്കറിയാം, ഇവർ ഈ സർക്കാർ വിദേശ സർവകലാശാലകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഏജൻസി സാന്റാ മോണിക്ക, ആ സാന്റാ മോണിക്കയുടെ ഹെഡായിട്ടുള്ള ആൾക്കാരെ എവിടെയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? ശ്രീനാരായണ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാന്ധവം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് തീർച്ചയായിട്ടും ആ കൈകൊടുക്കലുകൾ തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ കൈ കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരവതാനികൾ വിരിക്കപ്പെടുന്നത്, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഇത്രയും വിദ്യാർത്ഥികളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള, നമുക്ക് ഈ പുറത്തു പോകുന്ന വിദ്യാർത്ഥികളൊന്നും അവിടെ കഷ്ടപ്പെടുകയാണ് പല സമയത്തും. നമ്മളതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ കാണാറുണ്ട്. ഈശ്വരപ്രസാദ്, എന്തായാലും കാലടി സർവകലാശാലയിൽ ഇവരുടെ കളിയൊന്നും നടന്നില്ല അല്ലേ? സർവകലാശാലകളുടെ മുഴുവൻ ഹോസ്റ്റലുകളിൽ വലിയ ലഹരിയുടെ വിത്തുകൾ ഇവർ പാകിയിട്ടുണ്ട്. അത് കളമശ്ശേരിയിലെ പോളിടെക്നിക്കിലെ ഹോസ്റ്റലിൽ നമ്മൾ കണ്ടതാണ്. അതേപോലെ കാലടിയിലും സർവകലാശാലയിലും ഇതേ പ്രശ്നങ്ങളുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള പൊതുസമൂഹം കൃത്യമായി ഇടപെടുമെന്ന് മനസ്സിലാക്കിയ സമയത്ത് സിൻഡിക്കേറ്റിന് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. അവിടെ പരാതി വന്നിരുന്നു അല്ലേ? തീർച്ചയായിട്ടും വലിയ പരാതികളും തീർച്ചയായിട്ടും വലിയ പരാതികളും വലിയ ചർച്ചയുമായ സമയത്താണ് സിൻഡിക്കേറ്റ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. ആ സമയത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ആ സമരം ഇന്ന് എവിടെയാണ്? വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം എന്ന് അവർ പറഞ്ഞ ആ സമരം എന്തുകൊണ്ട് SFI നിർത്തി വീട്ടിൽ പോയി? ഇത് അവിടെ മാത്രമല്ല, നമുക്കറിയാം, ഈ കാലടി സർവകലാശാലയുടെ തിരുവനന്തപുരം സബ് സെൻറ്ററിലുള്ള യൂണിറ്റ് സെക്രട്ടറി
മുൻ യൂണിറ്റ് സെക്രട്ടറി, അയാളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ച് അറസ്റ്റിലായ വാർത്ത നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, അക്രമത്തിന് ഗുണ്ടാ നേതൃത്വത്തിനൊക്കെ മുന്നിൽ നിൽക്കുന്ന തിരുവനന്തപുരത്തെ SFIക്കാർ, ആ SFIക്കാർ ജില്ലാ സെക്രട്ടറി അല്ലേ മദ്യപിച്ച വീഡിയോ പുറത്തു വന്നു. അതിന് പുറത്താക്കി SFI കുറച്ച് നാൾ മാറ്റി നിർത്തി വീണ്ടും അയാളെ തന്നെ നേതൃത്വത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ നേതൃത്വം ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. അത് ഇത്തരത്തിലുള്ള ഹോസ്റ്റലുകളിൽ അവർ ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാരാണ്. ഇടിമുറികൾ നിയന്ത്രിക്കാൻ കഴിവുള്ള, ലഹരി കച്ചവടം നടത്താൻ കഴിവുള്ള ആൾക്കാരെ ഹോസ്റ്റലിൽ അവർ വളർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത്തരം ഹോസ്റ്റലുകൾ മാറണം, നല്ല പഠന കേന്ദ്രങ്ങളാവണം, സർഗാത്മകമുള്ള സ്ഥലങ്ങളായിട്ട് മാറണം. വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടിയിട്ടും താമസിക്കാൻ വേണ്ടിയുള്ള അന്തരീക്ഷം ഹോസ്റ്റലിൽ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ അംഗീകരിക്കുക തന്നെ വേണം. അതിന് അപ്പുറത്ത് നിന്ന് സമരം ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാർ കൃത്യമായി ഇടപെടും. അതുകൊണ്ടാണ് അവർക്ക് ആ സമരം നിർത്തിപ്പോകേണ്ടി വന്നത്. ഞാൻ കരുതിയത് ആർഷവും മാറിയതിന് ശേഷം പകതിരിവുള്ള ആരെങ്കിലുമൊക്കെ SFIയുടെ സംസ്ഥാന നേതൃത്വത്തിൽ വരുന്നതാണ് അല്ലേ. പക്ഷേ പുതിയ സംസ്ഥാന ഭാരവാഹികൾ ആർഷോയ്ക്ക് പഠിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ. തീർച്ചയായിട്ടും അവരെ ശൈലി അങ്ങനെയാണല്ലോ. അക്രമം, ലഹരി കച്ചവടം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അവർ നേതൃത്വം കൊടുക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വാർത്താ കേന്ദ്രങ്ങളാവാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാൻ വേണ്ടി അവർ തയ്യാറാവുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ജില്ലാ നേതൃത്വമൊക്കെ ഉണ്ടാകുന്നത്. ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെയൊക്കെ ആ തരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. എന്തായാലും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗവും അതുപോലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗവും സമൂലമായ ഒരു ഉടച്ചുവാർക്കലിന് വിധേയമാക്കേണ്ടതാണ് അല്ലേ. ABVP ഈ ഒരു ഉദ്യമം അതിനെ എങ്ങനെയാണ് ഏറ്റെടുക്കാൻ പോകുന്നത്? കേരളത്തിലെ സർവകലാശാലകളിൽ ഒരു രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടാവാതെ ക്യാമ്പസുകളിൽ സംഘടനാ പ്രവർത്തനം ഉണ്ടാവണം. പക്ഷേ ആ സംഘടനാ പ്രവർത്തനത്തിന് സർഗാത്മകമായിട്ടുള്ള മൂല്യങ്ങളുണ്ടാവണം. ABVP കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള പരിവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു. അതിൽ ABVP മുന്നോട്ട് വയ്ക്കുന്ന 4 പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന് സ്റ്റുഡൻറ്റ് ഫോർ സേവ എന്ന് പറഞ്ഞുകൊണ്ട് സേവ ആക്ടിവിറ്റീസ്, സ്റ്റുഡൻസിനുള്ള ഈ പുതിയ തലമുറയ്ക്കിടയിൽ സേവ ആക്ടിവിറ്റീസ് വരണം. അതിനു വേണ്ടിയിട്ട് അക്ഷരവണ്ടി എന്ന രീതിയിൽ ഇന്ന് ക്ലാസ് തുറക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളുമായിട്ട് ഒരു അടിച്ചിപ്പാറ എന്ന് പറഞ്ഞ കോളനിയിലേക്ക് ഞങ്ങൾ പോയി. ഇത്രയും നാളായിട്ട് അവിടേക്ക് വണ്ടി പോലും പോവില്ല. ആ സമയത്ത് അവർക്ക് പുസ്തകങ്ങൾ കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ആ കോളനിയിൽ നിന്ന് സ്കൂളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ആ ഉന്നതിയിൽ നിന്ന് അവർക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അതൊന്നും ഉണ്ടാവുന്നില്ല. ആ സമയത്ത് അവരെ കൈകോർക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്നുള്ള അക്ഷരവണ്ടി എന്നുള്ളതിൽ പരിഷത്ത് കി പാഠശാല, നമുക്കറിയാം സമൂഹത്തിലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ കേന്ദ്രങ്ങളായിട്ട് ചില ഏരിയകൾ മാറാറുണ്ട്. ആ സമയത്ത് ആ കേന്ദ്രങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് വിദ്യാഭ്യാസ മൂല്യങ്ങളുണ്ടാവണം എന്ന ഒരു ആശയവുമായി ബന്ധപ്പെട്ട് പരിഷത്ത് കി പാഠശാല ഇപ്പോൾ തിരുവനന്തപുരത്ത് ചെങ്കൽച്ചൂളയിൽ ഞങ്ങൾ കഴിഞ്ഞൊരു വർഷമായിട്ട് അതിൻ്റെ തുടക്കം ചെയ്ത സമയത്ത് അവിടെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളും പാസ്സായി. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ പോകും, ക്ലാസ് എടുക്കും, സഹകരിക്കുന്നുണ്ട് അവരല്ലേ. തീർച്ചയായിട്ടും അവർക്ക് മാറ്റം ആവശ്യമാണ്. അങ്ങനെ ആ വിദ്യാർത്ഥികൾ മൊത്തം പഠിച്ച് പാസ്സായി. അവർക്ക് വെക്കേഷനിൽ സ്പെഷ്യൽ കോച്ചിങ് ഒന്നും വേണ്ടി വന്നില്ല. അവരെ കൃത്യമായി ആ പരീക്ഷ എഴുതി പാസ്സായി പോകാൻ വേണ്ടി അത് വലിയൊരു റിസൾട്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ സ്റ്റുഡൻറ്റ് ഫോർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളിൽ കുറച്ച് സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രകൃതിയുമായി ഇണങ്ങി എങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ ഖേലോ ഭാരത് എന്ന് പറഞ്ഞുകൊണ്ട് സ്പോർട്സ് ആക്ടിവിറ്റീസ്. കഴിഞ്ഞ ഒരു വർഷം കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വലിയ രീതിയിലുള്ള കായിക മാമാങ്കങ്ങൾ ABVP സംഘടിപ്പിച്ചു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കലാമഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കലാപരമായിട്ടുള്ള മൂല്യങ്ങൾ വിദ്യാർത്ഥികൾ ഉണ്ടാക്കാനുള്ള പ്രവർത്തനം, ഇത്തരത്തിൽ സർഗാത്മക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഈ ജനറേഷന് എങ്ങനെയാണോ സ്കിൽ ഡെവലപ്മെൻറ്റും അവരുടെ കലയും സ്പോർട്സും ഒക്കെ സേവാ ആക്ടിവിറ്റീസൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് കലാലയ യൂണിയൻ പ്രവർത്തനം നടത്താൻ വേണ്ടി പറ്റുക, അത്തരത്തിൽ ABVP മുന്നോട്ട് വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ABVP മുന്നോട്ട് പോവുകയാണ്. ഓക്കെ ഈശ്വരപ്രസാദ്, ആശംസകൾ നേരുന്നു. എന്തായാലും പൂർവാധികം ഭംഗിയായിട്ട് പൂർവാധികം ശക്തമായിട്ട് ABVPയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. വളരെയധികം നന്ദി മറുപടിയിൽ പങ്കെടുത്തത്.